ഡെലിവറി കഴിഞ്ഞ് ജീവിതം മാറുമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ എത്രമാത്രം മാറുമെന്ന് ആരും പറഞ്ഞില്ല. സ്ലീപ്പ് ഷെഡ്യൂൾ മാറും, ബോഡി മാറും, മൈൻഡ് പോലും മാറും. ഒരു ന്യൂമമായ ശേഷം ഇതാണ് എൻ്റെ ഒരു ദിവസം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആഫ്റ്റർ ഡെലിവറി എൻ്റെ ഡെയിലി റുട്ടീൻ. മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് അലാറം വെച്ചിട്ടൊന്നും അല്ല കേട്ടോ, ബേബിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ്. ഓന് ഫീഡിങ്ങും ചെയ്തിട്ട് നേരെ കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളെ പാലും മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അതെല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ ക്ലീനിങ് പരിപാടികളുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് നമ്മളെ സ്കിൻ കെയർ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് അത് നിർത്താൻ പറ്റില്ല. അതൊരു കോൺഫിഡൻസ് തന്നെയാണ്. നമ്മളെ കെയർ ചെയ്യാനേ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നമ്മളെ കെയറിങ് ചെയ്തിട്ടും മതി ബാക്കിയെല്ലാം ആലോചിക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി അത് നമുക്ക് തന്നെ ആയിരിക്കണം. പ്രയോറിറ്റി മാറ്റേഴ്സ് അവിടെ കിടക്കട്ടെ. ബേബി എന്തായാലും ഈ ടൈമിൽ ഉറങ്ങണതുകൊണ്ട് എനിക്കും ആ ടൈമിൽ ഉറങ്ങിയാൽ ഉറക്കം കിട്ടും. അതുകൊണ്ട് തന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കിടന്ന് ഉറങ്ങിയില്ല. അപ്പോഴത്തേക്കും മോൻ എണീറ്റിട്ടോ. പിന്നെ ഓൻ എണീറ്റ് ഓൻ്റെ കുറച്ച് റൊട്ടീൻസ് ഉണ്ട്. മോർണിംഗിൽ എണീറ്റ് ഉടനെ ഓന് ചെറിയൊരു മൂക്കടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സലൈൻ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ D3യുടെ ഒരു സിറപ്പുണ്ട്, അതും ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് ഫീഡിങ്ങും കഴിഞ്ഞ് വീണ്ടും ഓനെ ഉറക്കി. പിന്നെ ഞമ്മക്ക് ഉറക്കൊന്നും വരുന്നില്ല. ബേബി ഉറങ്ങുന്ന ടൈമിൽ അമ്മക്ക് ഉറക്കം വരികയാണെങ്കിൽ എന്തൊരു സുഖമല്ലേ. ഇതാണെങ്കിൽ ഉറക്കവും വരണില്ല. ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാ അമ്മമാരെ ജീവിതം. ഏതായാലും അത് കഴിഞ്ഞ് ഓനെ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഓനെ എണീറ്റ് അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞ് ഓനെ കുളിപ്പിച്ച് കൊണ്ടുവന്നു. പിന്നെ ഓനെ ഫീഡ് ചെയ്തു. ഞാൻ ഓനെ ഉറക്കാനുള്ള പ്ലാനിലാണ്. ചെക്കൻ ഉറങ്ങണില്ല. എന്തായാലും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഓൻ ഉറങ്ങി. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്കെല്ലാം ഉലുവാക്കഞ്ഞി വന്നിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാലേ ഈറ്റിങ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ഉറക്കമില്ല, കിടത്തമില്ല, ഒന്നുമില്ല. എന്തായാലും നമുക്ക് നമ്മളെ ബേബിനെ മര്യാദയ്ക്ക് നോക്കാൻ കഴിയുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. അതന്നെ വലിയ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഓനെ എണീറ്റ് വീണ്ടും ഫീഡ് ചെയ്ത് ഉറക്കി. ഉച്ചയായപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കുറച്ച് നേരം ഓൻ്റെ കൂടെ കിടന്നു ഉറങ്ങി. ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നീച്ച് പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പുറത്തു കൂടെ ഒക്കെ ഒന്ന് വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓനെ സഞ്ചിയിലാക്കിയിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അങ്ങനെ കുറച്ച് നേരം ഓൻ്റെ കൂടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ നോമ്പ് തുറ ടൈമായി. ഫ്രൂട്ട്സ് വന്നു, മുലപ്പം വന്നു, പിന്നെ അത്താഴത്തിനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നൈറ്റിലത്തെ അങ്ങനെ ഫുഡും കഴിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പരിപാടി സ്റ്റാർട്ട് ചെയ്തു. എന്ത് ഫീഡിങ്ങും ബർപ്പിങ്ങും സ്ലീപ്പിങ്ങും. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.